ഈ IPL സീസൺ ആദ്യ പകുതിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതുവരെയുള്ള IPLന്റെ പോയിന്റ് ടേബിളാണ് നമ്മൾ പരിഗണിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണിൽ പിന്നോട്ട് പോയ ടീമുകളെല്ലാം ഈ സീസണിൽ മികച്ച ഒരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കരുത്തരായ പല ടീമുകളെയും ടേബിൾ ടോപ്പർമാരിൽ നിന്നും ടേബിൾ ബോട്ടത്തിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. 6 മത്സരങ്ങളിൽ 4 വിജയവുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഈ പോയിന്റ് ടേബിൾ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യ 4 സ്ഥാനക്കാർക്കും 4 മത്സരങ്ങളിൽ വീതം വിജയിച്ച് 8 പോയിന്റ് വീതമാണുള്ളത്. എന്നാൽ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് 1, 2, 3, 4 സ്ഥാനങ്ങൾ മാറിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് 5 മത്സരങ്ങളിൽ 4 വിജയം നേടിക്കൊണ്ട് ഡൽഹി ക്യാപിറ്റൽസ് ഉള്ളപ്പോൾ 6 മത്സരങ്ങളിൽ 4 വിജയം നേടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 3-ാം സ്ഥാനത്തും അതേ രീതിയിൽ തന്നെ 4 വിജയവുമായി ലക്നൗ സൂപ്പർ ജയൻസ് 4-ാം സ്ഥാനത്തുമാണ്. അവസാന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മികച്ച വിജയം നേടിയതോടുകൂടി കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അവസാന 3-ൽ 2 മത്സരം തോറ്റ പഞ്ചാബ് കിങ്സ് പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്താണ്. ഇന്നലെ ഡൽഹിക്കെതിരെ മികച്ചൊരു വിജയം നേടിയതോടുകൂടി നെഗറ്റീവ് നെറ്റ് റൺ റേറ്റിൽ നിന്നും പോസിറ്റീവ് നെറ്റ് റൺ റേറ്റിലേക്ക് മാറിയ മുംബൈ ഇന്ത്യൻസ് ആണ് പോയിന്റ് പട്ടികയിൽ 7-ാം സ്ഥാനത്ത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും തോൽവിയേറ്റു വാങ്ങിയതോടുകൂടി രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ 8-ാം സ്ഥാനത്താണ്. 6 മത്സരങ്ങളിൽ 2 വിജയം നേടിയ ഹൈദരാബാദ് 9-ാം സ്ഥാനത്ത് തുടരുമ്പോൾ 6 മത്സരങ്ങളിൽ 1 വിജയം മാത്രം നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത്. ചെന്നൈ, ഹൈദരാബാദ്, രാജസ്ഥാൻ, മുംബൈ ടീമുകളെ സംബന്ധിച്ച് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും അവർക്ക് നിർണായകമാണ്. കാരണം ടൂർണമെന്റ് പാതി വഴിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഓരോ മത്സരങ്ങളും പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് പോലുള്ള ടീമുകൾക്ക് മികച്ച നെറ്റ് റൺ റേറ്റിലൂടെ തിരിച്ചു വരേണ്ടതായി തന്നെയുണ്ട്. ആദ്യ ഒരു മത്സരം വിജയിച്ചതൊഴിച്ചാൽ തുടർച്ചയായ 5 മത്സരങ്ങളിലാണ് CSK ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.